മഹി മഹി പോകാൻ തന്നെ തീരുമാനിച്ചോ? നമ്മളോടുള്ള ദേഷ്യവും വശമൊക്കെ മറന്ന് അച്ഛൻ വിളിക്കുമ്പോ പോകാതിരിക്കാനാകില്ല ശോഭ. ഒന്നുമില്ലെങ്കിലും 29 വർഷമായില്ലേ. ധ്രുവ അവനോട് എന്ത് പറയും? അവനെ നീ വേണം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. എല്ലാവരോടും കൂടെ ചെല്ലാനാ അച്ഛൻ പറഞ്ഞേക്കുന്നേ. ഈയിടെയായി അവന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട് മഹി. ഓഫീസിൽ റെഗുലറായി പോകുന്നില്ല, വീട്ടിലേക്ക് വരുന്നതാണെങ്കിൽ താമസിച്ചും. അവനോട് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറുന്നു എന്നല്ലാതെ ഒന്നും വിട്ടു പറയുന്നില്ല. അത് വർക്ക് പ്രഷർ ആകും ശോഭ, നീ ചുമ്മാ ടെൻഷൻ അടിക്കാതെ. അങ്ങനെ വല്ലതുമാണെങ്കിൽ അവൻ എന്നോട് പറയേണ്ടതല്ല മഹി, ഇത് വേറെന്തോ ആണ്. അവൻ വരട്ടെ, അവനോട് ഞാൻ സംസാരിക്കാം. എടാ ധ്രുവ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന കിച്ചു നീ പറയുന്നേ? ഈ ലണ്ടൻ നഗരത്തിന്റെ ഓരോ കോണും അരിച്ചു പെറുക്കി ഇനി നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഡാ ശോഭാൻഡിയാ, ഇന്നിത് 3ാമത്തെ തവണയാ. വാ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാനില്ല. ഇപ്പൊ വീട്ടിലേക്ക് പോയാ മമ്മ ക്വസ്റ്റ്യന് മേലെ ക്വസ്റ്റ്യൻ ചെയ്തോണ്ടേയിരിക്കും. മമ്മയുടെ ഈ വിടാതെയുള്ള ചോദ്യം കൊണ്ടാ വീട്ടിലേക്ക് പോലും വൈകി പോകുന്നേ. ധ്രുവ, നീ ആന്റിയുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുക. ആന്റി നിന്നെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നേ. നിന്റെ കാര്യത്തിൽ ആന്റി സ്വാർത്ഥയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ മുഖമൊന്നു മാറിയാൽ ആന്റിക്ക് മനസ്സിലാകും. നീ വാ, ആന്റി വിളിച്ചോണ്ടിരിക്കുക. പാവം ടെൻഷനായി കാണും. എന്നാ നീ വണ്ടി എടുക്ക്. പിന്നെ വീട്ടിലേക്കാണ് പോകുന്നത്. മുഖത്തെ ഈ എക്സ്പ്രഷൻ ഒന്ന് മാറ്റ്. ധ്രുവ, എത്ര തവണ ഞാൻ വിളിച്ചു, എന്താ 2 ഫോൺ എടുക്കാതിരുന്നത്? അത് മമ്മി, ഞങ്ങളൊരു മീറ്റിംഗിലായിരുന്നു, അതാ ഞങ്ങൾ കോൾ എടുക്കാതിരുന്നേ. നിങ്ങൾ വാ, പപ്പയ്ക്ക് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന്. എന്നോടോ? അതെ ധ്രുവ. അതിനെന്താ പപ്പയ്ക്കൊരു മുഖവുര? പപ്പയ്ക്ക് എന്നോട് എന്തും പറയാലോ. ധ്രുവ, ഇന്ത്യയിൽ നിന്ന് നിന്റെ മുത്തശ്ശൻ വിളിച്ചിരുന്നു. നമ്മളോട് എല്ലാവരോടും അങ്ങോട്ട് ചെല്ലാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെന്താ, പപ്പയും അമ്മയും പോയിട്ട് വാ. ധ്രുവ, അതല്ല, നിന്നെയും കൂടെ കൂട്ടിയിട്ട് ചെല്ലാനാ അച്ഛൻ പറഞ്ഞേക്കുന്നേ. നോ വേ പപ്പ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 2 പേരും പോയിട്ട് വാ, ഞാൻ എങ്ങോട്ടും ഇല്ല. പറ്റില്ല ധ്രുവ, നീയും വരും ഞങ്ങളുടെ കൂടെ. ഈ ഇടയായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുക, എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. നിനക്ക് എന്താ പറ്റിയത്? അത് വർക്കിന്റെ ടെൻഷനാ ആന്റി. ഞാൻ അവനോട് സംസാരിക്കാം. അവൻ വരും ആന്റി. ഡാ വന്നേ. ലക്ഷ്മി അമ്മേ, മഹിക്കുഞ്ഞ് വരുന്നുണ്ടെന്ന് കേട്ടു. അതേ നാരായണി, മഹി വരുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങളാകുമല്ലേ ഈ കാണുന്നത്. ഞാൻ വടക്കേടുത്ത് പോകുമ്പോഴാ കണാരനെ കണ്ടത്. അവനാ പറഞ്ഞത് ലണ്ടനിൽ നിന്ന് മഹിക്കുഞ്ഞും കുടുംബവും വരുന്നുണ്ടെന്ന്. എപ്പോഴാ എത്തുന്നത്? ഇന്ന് വൈകിട്ട് അവിടെ നിന്ന് പുറപ്പെടുമെന്നാ പറഞ്ഞത്. നാളെ ഉച്ചയോടടുത്ത് എത്തുമായിരിക്കും. ഓ അല്ല, ഇവിടുത്തെ ഇളയ തമ്പുരാൻ വരുന്നുണ്ടല്ലേ? അതെ, അതിന്റെ സന്തോഷത്തിലാ അദ്ദേഹം. എന്തു പറയാനാ, 29 വർഷമായില്ലേ മഹി ഞങ്ങളെയൊക്കെ വിട്ടു പോയിട്ട്. ഇനിയും വാശിയും വിദ്വേഷവുമായി നിന്നാൽ ദൈവം പോലും പൊറുക്കില്ല. ഒന്നുമില്ലെങ്കിലും ഈ തറവാട്ടിലെ ആകെയുള്ളൊരു ആൺതരി ആയിരുന്നില്ലേ മഹി. മഹിക്കുഞ്ഞിന്റെ ആഗ്രഹം പോലെ അവരുടെ കല്യാണം നടത്തി കൊടുത്തിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 29 വർഷവും മഹിക്കുഞ്ഞ് ഇവിടെ തറവാട്ടിൽ തന്നെ ഉണ്ടാകുമായിരുന്നില്ലേ? ഇനി കഴിഞ്ഞതെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ, ഇനി അതൊന്നും ഓർത്തിട്ട് ഒരു കാര്യവും ഇല്ല. എന്നാ ലക്ഷ്മി അമ്മേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ശരി നാരായണി. വിശ്വ, നാളെ എങ്ങനെയാ എയർപോർട്ടിലേക്ക് അറിയിക്കുവാണോ? അല്ലേട്ടാ, അജുവേട്ടൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാശി, എന്താ അച്ഛാ?
ആ, കണാരൻ വന്നിരുന്നോ? ഞാൻ അവനോട് വരാൻ പറഞ്ഞിരുന്നു. ആ അച്ഛാ, അവര് വന്നിട്ടുണ്ട്. ഞാൻ അവരെ പറമ്പിലേക്ക് വിട്ടു. ആ, അത് നന്നായി. പിന്നെ മഹിയുടെ റൂമും കുഞ്ഞിയുടെ റൂമിനടുത്തുള്ള ആ വലിയ റൂമും ഒന്ന് വൃത്തിയാക്കാൻ പറയണം. ആ അച്ഛാ, പറഞ്ഞേക്കാം. അല്ല, ആദിയോ ഉണ്ണിയോ എവിടെ? അതച്ഛാ, അവര് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോയതാ. അതെന്താ? ഞാൻ അവരോട് 2 ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞതാണല്ലോ. അതെന്തോ അത്യാവശ്യ കാര്യമാണച്ചാ, അതാ അവര് പോയത്. അവരത് തീർത്തിട്ട് ഉടനെ എത്തുമെന്നാ പറഞ്ഞത്. ആ പിന്നെ അച്ഛാ, അവരുടെ കൂടെ ശോഭേടത്തിയുടെ സഹോദരന്റെ മകനും വരുന്നുണ്ട്. ആണോ? എന്നാ ആ കുട്ടിക്കും ഒരു റൂം ശരിയാക്കിക്കോളൂ. ശരി അച്ഛാ. മധുവേച്ചി, കുഞ്ഞിയെ അമ്മുവിനും കണ്ടിരുന്നോ? ആ, അവർ രണ്ടുപേരും അഞ്ജുവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ആ, എന്നാ ഇനി രണ്ടിനെയും അവിടെ പോയി പിടിച്ചോണ്ട് വരേണ്ടി വരും. അവളുമാര് 3 കൂടെ ചേർന്നാ പിന്നെ ചുറ്റുമുള്ളതൊന്നും കണ്ണിൽ കാണില്ലല്ലോ. അവര് കൊച്ചു കുട്ടികളല്ലേ മഞ്ജു? അല്ല മധുവേച്ചി, ധ്രുവമോൻ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? മോൻ ഇവിടെയൊക്കെ ഇഷ്ടാകുമായിരിക്കുമല്ലേ? ലണ്ടനിലൊക്കെ വളർന്നതല്ലേ? അതൊക്കെ ഇഷ്ടായിക്കോളും മഞ്ജുവേച്ചി, നമ്മുടെ ഏട്ടന്റെ മോനല്ലേ. അമ്മോ, നാളെ നിങ്ങളുടെ മഹിയമ്മാവനും കുടുംബം വരുന്നുണ്ടെന്ന് കേട്ടോ? അതേടി, അതിന്റെ ഒരുക്കങ്ങളെ തറവാട്ടിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അമ്മാവനെ? ഞങ്ങൾ അങ്ങനെ കാണാനാടി. ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുന്നേ അമ്മാവൻ അമ്മായിയുമായി ഒളിച്ചോടിയില്ലേ? ഓ, ശരിയാ ശരിയാ. കുഞ്ഞി, നീ എന്തേ ചിന്തിച്ചോണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ലടി. നീ ഇപ്പോഴും അതൊന്നും മറന്നിട്ടില്ല അല്ലേ? മറക്കാൻ കഴിയുന്ന കാര്യമാണ് അഞ്ജു അതെല്ലാം. ദേ കുഞ്ഞി, അതൊരു സ്വപ്നമായിരുന്നു. നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ദുസ്വപ്നം, അത്രയേ ഉള്ളൂ. അതേ കുഞ്ഞി, ഇനി അതൊന്നും ഓർക്കണ്ട. അതൊക്കെ വിട്ടെ. എന്നിട്ട് ഈ മുഖത്തെ ഭാവൊക്കെ ഒന്ന് മാറ്റ്. അല്ലെങ്കിൽ അറിയാലോ, നിന്റെ മുഖം ഒന്ന് മാറിയാ മതി മാളമ്മ കണ്ടുപിടിക്കാൻ. ശരിയാ, പിന്നെ അത് മതിയാകും തറവാട്ടിലുള്ളവർക്ക് ആദ്യ പിടിക്കാൻ. മാത്രമല്ല, തറവാട്ടി തുള്ളിച്ചാടി നടക്കുന്ന നീ ഒറ്റയ്ക്കിരിക്കുന്നതും ചില സമയം ഓരോന്ന് ആലോചിച്ച് നടക്കുന്നതും കണ്ട് പൊന്നുചേച്ചിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അയ്യോ, എന്നിട്ട് പൊന്നുചേച്ചി നിന്നോട് വല്ലതും ചോദിച്ചോ? ചോദിച്ചു. ഞാൻ പറഞ്ഞു എക്സാമിനെ കുറിച്ച് ഓർക്കുന്നത് കൊണ്ടാകും എന്നാ. പക്ഷേ എല്ലാം ഇപ്പോഴും ചേച്ചിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. അതുകൊണ്ട് തന്നെ നീ നടന്ന കാര്യങ്ങളെല്ലാം മറവിക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. ശരിയാ അമ്മു നീ പറഞ്ഞത്. ഇനിയും ഞാൻ ഇങ്ങനെ ഇരുന്ന തറവാട്ടിലുള്ളവരൊക്കെ എനിക്ക് എന്ത് സംഭവിച്ചെന്ന് അന്വേഷിക്കും. അവർ നടന്നതൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എനിക്കതെല്ലാം മറന്നേ പറ്റൂ. എവിടെയായിരുന്നു മക്കളെ നിങ്ങള്? ഞങ്ങൾ കുളക്കടവിലുണ്ടായിരുന്നു എന്റെ അമ്മേ. കുഞ്ഞി, കുളിച്ചിട്ട് വിളക്ക് വെക്കാൻ നോക്ക്. ആ കുഞ്ഞമ്മേ. എന്റെ കുഞ്ഞി, നിനക്കൊന്ന് നോക്കി നടന്നൂടെ? ആദ്യമായിട്ട് നോക്കി നടന്നൂടെ? അതിന് ഞാനാണോ നിന്നെ വന്നിടിച്ചത്? ആരായാലും ഇടിച്ചില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലേലും ഈ ആദ്യേട്ടൻ ഇങ്ങനെയാ, നിലത്തൊന്നുമല്ല കണ്ണ്. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഡി നിന്നെ ഞാൻ ഇത്രയും നേരം എവിടെ ആയിരുന്നടി രണ്ടും? അത് കുളപ്പടവിൽ. ചെല്ല്. ഉണ്ണി എവിടെയാതി? ഇതുവരെ വന്നില്ലേ? ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മുത്തശ്ശ. ചെറിയമ്മ എന്തോ വാങ്ങാൻ പറഞ്ഞിരുന്നു, അതിനു വേണ്ടി പോയതാ. 2 ദിവസം ഇനി ആരും ഓഫീസിൽ പോകേണ്ട. എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ അലക്സിനോട് ഇവിടേക്ക് കൊണ്ടുവരാൻ പറയാം. ശരി മുത്തശ്ശ. പിന്നെ ധ്രുവമോൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് തോന്നൽ ഒരിക്കലും ഉണ്ടാകരുത്. ഓ, അപ്പോ ഇതൊക്കെ കൊച്ചുമോന് വേണ്ടിയായിരുന്നല്ലേ? ആ, ഇനിയിപ്പോ നമ്മളൊക്കെ കണ്ണി പിടിക്കുവോ ആവോ? എടി കാന്താരി, ഇത്രക്ക് അസൂയ പാടില്ലാട്ടോ. എനിക്കെന്താ അസൂയ? വരുന്നത് ഈ ഉണക്കമുത്തുവിന്റെ കൊച്ചുമകനല്ലേ, അല്ലാതെ ഋത്തിക് റോഷൻ ഒന്നും അല്ലല്ലോ. ഒട്ടും അസൂയയില്ല എന്റെ കുഞ്ഞിപ്പെണ്ണിന്. ഇനി ഏട്ടനും കൂടെ തുടങ്ങ്. അല്ലേലും എന്നെ ആർക്കും ഇപ്പൊ ഇഷ്ടമല്ലല്ലോ. ഒരാൾ എനിക്ക് അസൂയ എന്ന് പറയുന്നു, മറ്റൊരാൾ എന്നോട് നോക്കി നടക്കാൻ പറയുന്നു. ആ, ഞാനിപ്പോ ഒരു അധിക പറ്റ്. മതി മതി.
അമ്മുവിനും കൊടുത്തേക്ക്. ഇതെന്താ ഏട്ടാ 3 ചോക്ലേറ്റ്സ്? അത് പൊന്നുവിനാ. അതിന് ഞാൻ ചോക്ലേറ്റ്സ് കഴിക്കില്ല എന്ന് നിനക്കറിയില്ലേ ഉണ്ണി? അത് വാങ്ങിയപ്പോ ഒരെണ്ണം കൂടി പോയതാ. ഞങ്ങളെ വിശ്വസിച്ചു ഉണ്ണിയേട്ടാ. ഉണ്ണി പറഞ്ഞതെല്ലാം വാങ്ങിയോ? ആമ്മേ, എല്ലാം ഇതിലുണ്ട്. ഉണ്ണി, നാളെ എയർപോർട്ടിലേക്ക് പോകാൻ നിന്റെ കാറ് ഞാൻ എടുക്കും. അതിനെന്താ വല്യച്ചാ, ഇതാ കാറിന്റെ കീ. എന്നാ എല്ലാരും കഴിക്കാൻ വാ, എടുത്തു വെച്ചിട്ടുണ്ട്. നീയോ? അതെ, ഞാൻ. നീ എന്താടി ഇവിടെ, അതും ഈ സമയത്ത്? ഞാൻ ഉണ്ണിയേട്ടനെ കാണാൻ വന്നത്, അല്ലാത്തെന്തിന്? ഇപ്പൊ സമയം 12:45. ഈ സമയത്താണോടി എന്നെ കാണാൻ വരുന്നത്? അല്ലാത്ത സമയത്ത് ഉണ്ണിയേട്ടൻ ഇവിടെ ഉണ്ടാകാറില്ലല്ലോ. ഫോൺ വിളിച്ചാലാണെങ്കിൽ എടുക്കുകയില്ല. അപ്പോ ഇതല്ലാതെ വേറെ വഴി ഞാൻ കണ്ടില്ല. ദേ അഞ്ജലി, നിന്റെ കുട്ടികളി കുറച്ച് കൂടുന്നുണ്ട്. നിനക്കൊക്കെ നല്ല തല്ലി കിട്ടാത്തതിന്റെ കേടാ. അതിനെന്താ, ഉണ്ണിയേട്ടൻ എന്നെ തല്ലിക്കോ, ഞാൻ കൊണ്ടോളാം. നിന്നെ ഒക്കെ ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ, വീട്ടിൽ പൊടി. ഇല്ല, പോകൂല. ഉണ്ണിയേട്ടൻ എന്താ എന്നോട് മര്യാദക്ക് സംസാരിച്ചാൽ? ഒന്നുമില്ലെങ്കിലും ഓർമ്മ വെച്ച കാലം മുതൽ നടക്കാൻ തുടങ്ങിയതല്ലേ നിങ്ങളുടെ പിറകെ? ദേ, എന്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട എങ്കിൽ പോകാൻ നോക്ക്. ആദ്യം പഠിത്തത്തിൽ ശ്രദ്ധിക്ക്, എന്നിട്ട് മതി പ്രേമവും പിന്നാലെ നടക്കലും ഒക്കെ. ഓ, നിങ്ങൾക്ക് ഇതേ പറയാനുള്ളോ? ഡയലോഗ് എങ്കിലും ഒന്ന് മാറ്റി പിടിക്കേണ്ട ഉണ്ണിയേട്ടാ. ദേ അഞ്ജലി, ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ. ചൂടാകേണ്ട, ഞാൻ പോകുക. ഒന്ന് കാണണമെന്ന് തോന്നിയപ്പോ വന്നു. നിക്ക്, നീ എങ്ങനെയാ വന്നത്? പേടിക്കണ്ട, ബാൽക്കണി വഴിയല്ല, കുഞ്ഞി ഡോറ് തുറന്നു തന്നതാ. എന്റെ പെങ്ങളായി പോയി. മാളു, കുഞ്ഞി അമ്മും പൊന്നും അമ്പലത്തിന്ന് ഇതുവരെ വന്നില്ലേ? ഇല്ല അമ്മേ. ഇനി ആ കുട്ടികൾ എപ്പോഴാണവോ എത്തുക? അമ്മ ഇങ്ങനെ വേവലാതിപ്പെടാതെ, പൊന്നും അവരുടെ കൂടെ പോയിട്ടില്ലേ, അതുകൊണ്ട് ചുറ്റി കറങ്ങി നടക്കാതെ ഇവിടെ എത്തിക്കോളൂ. കറികളൊക്കെ ആയോ മധു? ആ അമ്മേ, ഇനി പായസം കൂടെ ആവാനുള്ളൂ. പെട്ടെന്നാകട്ടെ, അവരിങ്ങ് എത്തുമ്പോഴേക്ക്. ആ അമ്മേ. ലക്ഷ്മി, ദേ അവരെത്തി. മോനെ മഹി. മോളെ. മഹി, മോനെവിടെ? ധ്രുവ. മോനെ ധ്രുവ. ഏട്ടാ. മാളു, മധു, മഞ്ജു. അകത്തേക്ക് വാ എല്ലാരും. ഏട്ടത്തി വാ. യാത്രയൊക്കെ സുഖമായിരുന്നു ഏട്ടാ? അതെ മഞ്ജു, പിന്നെ ഉറക്കം ഒഴിച്ചതിന്റെ ചെറിയൊരു ക്ഷീണം. ഇത് കുടിക്കേട്ടാ. ഏട്ടത്തി എടുക്ക്. ഇത് ആദി, ഇത് ഉണ്ണി. അതെ അമ്മാവാ. ഇത് പ്രിയ എന്നുവെച്ച പൊന്നു. അല്ല, ഇനിയും ഉണ്ടല്ലോ 2 എണ്ണം, അമ്മും കുഞ്ഞിയും. അവരെ രണ്ടുപേരെയും കാണണമെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടേട്ടാ. അതെന്താ, അവരിവിടെ ഇല്ലേ? കിടത്ത മാത്രം ഇവിടെയാണെന്ന് പറയാം. പഠിപ്പ് കഴിഞ്ഞ് നാട്ടിൽ വന്നതിൽ പിന്നെ 2 കൊച്ചുകുട്ടികളെ പോലെയാ. സൂര്യൻ ഉദിച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങും, എന്നിട്ട് വല്ല പാടത്തും പറമ്പിലും ഒക്കെ കറങ്ങി നേരം ഇരുട്ടിയാലെ 2 ഈ വീട്ടിൽ തിരിച്ചു കാല് കുത്തും. കൂട്ടിന് വടക്കേലെ കുട്ടിയും കൂടും. ആഹാ, മുത്തശ്ശ, ഇന്ന് കാക്ക മലർന്നു പറക്കും എന്നാ തോന്നുന്നേ. അതെന്താടാ? ദേ വരുന്നു 3. എവിടെ ആയിരുന്നടി നീയൊക്കെ? അതമ്മേ, ഇവളെ വിളിക്കാൻ പോയതല്ലേ. അമ്മാവൻ വന്നോ? ഒന്ന് മാറിയേ, ഞാനൊന്ന് കാണട്ടെ.